കൊല്ലം ജില്ലയെ പ്രതിനിധീകരിച്ച് മൈം അവതരണത്തിനെത്തിയതാണ് ഈ കുട്ടികൾ. അപ്പോൾ നിങ്ങൾ ഏത് സ്കൂളിൽ നിന്നാണ്? ഞങ്ങൾ കരുനാഗപ്പള്ളി മോഡൽ. 5 വയസ്സുള്ള ഒരു കുട്ടിയെ റേപ്പ് ചെയ്തൊരു കേസ് ഉണ്ടായിരുന്നു ആലുവയിൽ. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ചെയ്തത്. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഇപ്പോൾ ഉപജില്ലയെക്കാളും ഒക്കെ നല്ല ജില്ലയെക്കാളും ഒക്കെ ഒരു മികച്ച പ്രകടനം കാഴ്ച? എഫേർട്ട് ഇട്ടിട്ടാണ് ഞങ്ങൾ കളിച്ചത്. അത് ഞങ്ങൾക്ക് അറിയാനും ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരെന്ന് പറയാമോ? ഹന്ന, അർച്ചന, ആഫിയ, നാദിയ, അഭിരാജ്, അബേരി, ശ്രീദേവി. ഓക്കെ, താങ്കൾ പിന്നണിയിൽ പ്രവർത്തിച്ചതാണല്ലേ ഇതിന്റെ സോങ് കൈകാര്യം ചെയ്തത്. ഈ സോങ്ങിന്റെ ഒക്കെ ഒരു സെലക്ഷൻ എങ്ങനെയായിരുന്നു? നേരത്തെ പറഞ്ഞതുപോലെ ഈ AR റഹ്മാന്റെ സോങ് ഉൾപ്പെടെ സെലക്ട് ചെയ്തത് ഞങ്ങൾക്ക് സാറ് ചെയ്ത് സാറ് പഠിപ്പിച്ചാണ്. ട്രെയിനേഴ്സ് ഉണ്ടായിരുന്നു. ഡ്രീംസ് ദ മൈം എന്ന് പറയുന്ന ടീമിലെ ഡ്രീംസ് ദ മൈം ടീമാണ് അവരുടെ. വിഷ്ണു സാറ്, ജിബിൻ സാറ്, പിന്നെ പ്രിൻസ് ചേച്ചി. അവരാണ് ഞങ്ങളെ ട്രെയിൻ ചെയ്തത്. ഓക്കെ, താങ്കൾ എങ്ങനെ സോങ് ഓപ്പറേറ്റ് ചെയ്യുകയാണോ ചെയ്തത്? അതെ അതെ. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ഇത് ഒരു എക്സ്പീരിയൻസ് പിന്നണിയിൽ പ്രവർത്തിച്ച? കാരണം മുമ്പിൽ വരുന്നില്ലല്ലോ. കേൾക്കുന്നവർക്ക് ഒരു ഞെട്ടലുള്ള ഒരു സോങ് തന്നെയായിരുന്നു. അപ്പോൾ ആ രീതിയിൽ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിച്ചു അല്ലേ? ഓക്കെ, ഇത് ഈ യുദ്ധഭൂമിയിൽ ഒരു ഒറ്റയ്ക്കൊരു ഭടനാണല്ലോ, ഒരേ ഒരു ആൺകുട്ടിയാണല്ലോ. ഞാൻ ഈ അഫിയാണ് ഇതിനെല്ലാം മുൻകൈ എടുത്തത്. അപ്പോൾ എന്നെ ഇങ്ങനെ വന്ന് വിളിച്ചു. ഞാൻ ഒരു നാടകം ഇറക്കണമെന്നും പറഞ്ഞ് സ്കൂളിൽ ജാൻ ടീച്ചറിനെ സമീപിച്ചായിരുന്നു. അപ്പോൾ ജാൻ ടീച്ചർ പറഞ്ഞു നമ്മുടെ കയ്യിലുള്ള ഫണ്ട് വെച്ചുകൊണ്ട് ഒരു നാടകം ഇറക്കിയ സ്റ്റേറ്റ് വരെ എത്തില്ല. അപ്പോൾ ടീച്ചർ നല്ലൊരു ജാൻ ടീച്ചർ നമ്മുടെ സ്കൂളിലെ ഹൈസ്കൂൾ ടീച്ചറാണ് ആയിരുന്നു. ടീച്ചറാണ് ഇപ്പോൾ ഈ ഡ്രീംസ് ദ മൈം വിഷ്ണു ചേട്ടനെ വിളിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ +2 ഇവരുടെ കൂടെ ആയതാണ്. അല്ലാതെ +2 വേണമെന്ന് പറഞ്ഞ് വന്നതൊന്നുമല്ല, യാദൃശ്യമായിട്ട് വന്നേ. മാത്രമല്ല ഈ പെൺപുലികളെ പലരെയും എടുത്തു പൊക്കി എങ്ങനെ നടുവിനൊക്കെ പ്രശ്നമുണ്ട്? പുലികളൊന്നും ഇല്ല, ഒരു പുലി. എല്ലാരും മണ്ടയ്ക്ക് ഇവളാണ് കയറുന്നത്. ഇയാളെ എടുത്തു വെക്കുന്നത്. ആദ്യം നമ്മുടെ ഇതിനകത്ത് തലയിലൊക്കെ എടുക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചേഞ്ച് ചെയ്ത് ഇങ്ങനെ ആക്കി. ഞങ്ങൾ അപ്പീലിലൂടെ വന്നിട്ടുള്ളത്. ജില്ലയിൽ വേറൊരു ടീമിനെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ അപ്പീൽ വെച്ചു. ഞങ്ങൾക്ക് പാടൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പറഞ്ഞ കാരണങ്ങൾ വെച്ച് ഞങ്ങൾക്ക് ആദ്യം തന്നെ അപ്പീൽ കിട്ടി. അപ്പോൾ നന്നായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്തിട്ടുമുണ്ട്. ഇനി നമുക്ക് റിസൾട്ട് വന്നിട്ട് കാണാം. വളരെയധികം പ്രസക്തമായിട്ടുള്ളൊരു വിഷയം വെച്ച് ഈ കൂടുതൽ സ്ത്രീകൾ തന്നെയാണ് ഇത്തരമൊരു വിഷയം വന്നപ്പോൾ ഇതിൽ മുൻകൈ എടുത്ത് സ്ത്രീകൾ ഇതിൽ മുമ്പിലുണ്ട്. ഒരു ട്രെയിൻ ചെയ്യിപ്പിച്ച് ചെയ്യണമെന്ന് വിളിക്കാവോ? ഓക്കെ, ഒന്ന് വന്നോളൂ. ഞങ്ങളുടെ ടീച്ചർ, ഞങ്ങളുടെ സാർ, ഇതാണ് ഞങ്ങളുടെ ട്രെയിനേഴ്സ്. ഓക്കെ, മാത്രമാണ് ഞങ്ങൾ ഈ നിലയിലെത്തിയത്. ടീച്ചറിനെ കൂടെ ഒന്ന് വിളിക്കുമോ? ടീച്ചറിനെ കൂടെ. ടീച്ചറായിരുന്നു നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ സ്കൂളാണ്. അപ്പോൾ എയ്ഡഡ് സ്കൂളുകളിലെ പോലൊന്നും വലുതായിട്ടുള്ളൊരു ആർട്സിനും സ്പോർട്സിനുള്ള പിന്തുണയും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ എന്നാൽ പോലും ഹൈസ്കൂളിൽ നിന്നിട്ട് ടീച്ചർ റിട്ടയർഡായിരുന്നു. എന്നിട്ട് പോലും നമ്മുടെ ഈ കലോത്സവത്തിന് വേണ്ടിയുള്ള ആ ഒരു ഞാൻ ആ സ്കൂളിലെ PTA വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാനവിടെ കലോത്സവ ജനറൽ കൺവീനറായി ഒരുപാട് ഗ്രൂപ്പുകൾ കൊണ്ടുവന്നതിൽ മൈം ഭയങ്കരമാണ്. ഞങ്ങൾക്ക് പാലക്കാടൊന്ന് വിഷ്ണു സാറിനെ കിട്ടിയത് ഭയങ്കര സന്തോഷമായി. ഒട്ടും സമയമില്ല, വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഈ കുട്ടികൾ ഇത്രയും നല്ലതുപോലെ ഞങ്ങൾക്ക് സബ് ജില്ലയിൽ ഫസ്റ്റ് വാങ്ങിയത്. ജില്ലയിലും ഭയങ്കര സന്തോഷമുണ്ട്. സ്റ്റേറ്റിലൊരു നല്ലൊരു ഐറ്റം കുട്ടികൾക്ക് പെർഫോം ചെയ്യാൻ പറ്റിയ ഒരു സന്തോഷമുണ്ട്. ഇവരെ ട്രെയിൻ ചെയ്യിച്ചത്? ഇവരെ ട്രെയിൻ ചെയ്യിക്കാൻ മൈം ആദ്യമായിട്ട് കളിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ ഓവർകം ചെയ്ത് വന്ന് നന്നായി കളിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവരുടെ കൂടുതലും നല്ലോണം എഫേർട്ട് എടുത്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് അവർ മൈം കളിക്കുന്നത്. അപ്പോൾ നല്ലോണം എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അത് ഇവിടെ കളിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. റിസൾട്ടിൽ നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, ഇനി മൈം കളിച്ച് ആർക്കെങ്കിലും ഇനി സിനിമയിലൊക്കെ പോകാനായിട്ട് താല്പര്യമുണ്ടോ? ഇനി വേറെ കൂടുതൽ വിളിച്ചാൽ പോകും, താല്പര്യമുണ്ട്. സി മലയാളം ന്യൂസിന് വേണ്ടി അജയ് സുധാബിജു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.